ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണക്കുന്നു. സാർ, വികസനവും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്ന ബഡ്ജറ്റാണ് ഇവിടെ പ്രിയപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ചത്. 2025 എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 4 ബഡ്ജറ്റിൻ്റെ തുടർച്ച എന്നോണം സാമ്പത്തിക ഉപരോധത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രമങ്ങളെയും അർഹമായ വീതം നമുക്ക് തരാതെ അധിക ഭാരമേൽപ്പിച്ച് നമ്മളെ എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെയെല്ലാം മറികടക്കാൻ ആവശ്യമായ ദിശാബോധം, വികസനത്തിൻ്റെ പുതിയ പന്താവുകൾ, ക്ഷേമപ്രവർത്തനത്തിൻ്റെ സാധ്യതകളെല്ലാം ഫലപ്രദമായി അവതരിപ്പിക്കാൻ ഈ ബഡ്ജറ്റിലൂടെ സാധിച്ചു എന്ന് നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കും. സാർ, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കേരളം കരകയറുന്നു എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം മലയാളി എന്ന നിലയിൽ നമുക്കെല്ലാം അഭിമാനം നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. സാർ, കേന്ദ്ര ബഡ്ജറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവതരിപ്പിച്ചത്. ആ കേന്ദ്ര ബഡ്ജറ്റിലെ പല പ്രഖ്യാപനങ്ങളും കേരളം വർഷങ്ങൾക്ക് മുമ്പേ നടപ്പിലാക്കിയ പദ്ധതി, ഇപ്പം വിദ്യാലയങ്ങളിൽ സൗജന്യ ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഇതെല്ലാം വളരെ മുമ്പ് തന്നെ നടപ്പിലാക്കിയ നാടാണ് കേരളമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സാർ, കൈവരിച്ച പുരോഗതിയെ കേരളം തള്ളിപ്പറഞ്ഞാൽ സഹായം നൽകാമെന്ന കേന്ദ്ര സഹമന്ത്രിയുടെ പ്രഖ്യാപനം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സാർ, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിൽ ഉണ്ടായിട്ട് പോലും ഒരു സഹായവും നൽകിയില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം നിഷേധാത്മകമായ സമീപനമാണ് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നേരെ തിരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, ഈ ബഡ്ജറ്റിനകത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തുക അതിലേക്ക് മാറ്റും. ഇപ്പം സമഗ്രമായ നെല്ല് വികസന പദ്ധതി കൊണ്ടുവരാൻ പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് സഹായകരമാകുന്ന രൂപത്തിലേക്ക് 150 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സാർ, ഈ അവസരത്തിൽ പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള ഒട്ടേറെ മണ്ഡലങ്ങളിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, വർഷത്തിൽ 2 തവണയാണ് കർഷകർ ആ പാടങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് നെൽകർഷകർക്ക് ആവശ്യമായ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തീരുമാനം ഉൾപ്പെടെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടുന്ന രൂപത്തിൽ അതിൻ്റെ സംഭരണവും അതോടൊപ്പം തന്നെ തുക നൽകാൻ ആവശ്യമായ കാര്യത്തിലെല്ലാം അത് സഹകരണ മേഖലയെ ഏൽപ്പിക്കുകയായിരിക്കും ഉചിതം. അങ്ങനെ വന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷക്കാലമായി പാലക്കാട് ജില്ലയിലെ നെൽകർഷകർ ഉൾപ്പെടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. സാർ, ഈ അവസരത്തിൽ 30,000-ഓളം വരുന്ന നെല്ല് സംഭരിക്കാനും സംസ്കരിക്കാനും അതോടൊപ്പം തന്നെ വിതരണം ചെയ്യാനും സാധിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കണ്ണമ്പ്ര പഞ്ചായത്തിൽ ആധുനിക റൈസ് മിൽ എന്ന രൂപത്തിൽ 1ാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ്. കേരളത്തിൽ കോട്ടയം ജില്ലയിലും പാലക്കാട് കണ്ണമ്പ്രയിൽ 2 പ്രദേശത്താണ് അത്തരം ആധുനികമായ റൈസ് മില്ലുകൾ പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കണ്ണമ്പ്രയിൽ റൈസ് മില്ലിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചു. തീർച്ചയായും ഈ വർഷം തന്നെ നബാർഡിൻ്റെ ധനസഹായത്തോടുകൂടി ആ പദ്ധതി തുടങ്ങി വെക്കാൻ ആവശ്യമായ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. സാർ, 4 വരി ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകും. 2025 അത് യാഥാർത്ഥ്യമാകുന്നു. കേരളത്തിലെ മലബാർ മേഖലയിലെ MLA-മാർക്കുൾപ്പെടെ തീർച്ചയായും ഇതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് വരാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഏറെക്കാലമായി കേരളത്തിൽ ഒരുപാട് ഗവൺമെൻറ്റുകൾ മാറി ഭരിച്ചപ്പോഴൊന്നും സാധിക്കാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കിഫ്ബിയുടെ സാധ്യത ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥലമേറ്റെടുക്കൽ നടപടികളാകെ പൂർത്തീകരിച്ചുകൊണ്ട് 2025 യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നത് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ സാർ, മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1800 ഏക്കർ ഭൂമിയിൽ വരാൻ വേണ്ടി പോകുന്ന വ്യവസായ പാർക്കുകളാണ്. ഇപ്പോൾ മലമ്പുഴ മണ്ഡലത്തിലെ കഞ്ചിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വരുന്നു. എൻ്റെ മണ്ഡലമായ തരൂരിലെ കണ്ണമ്പ്ര ഉൾപ്പെടെയുള്ള പ്രദേശത്തിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കഴിഞ്ഞ വർഷം നമ്മൾ നേടിയെടുത്തു. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഈ പദ്ധതികൾക്കെല്ലാം കിഫ്ബിയുടെ സഹായമുണ്ട്.
സ്ഥലമേറ്റെടുക്കൽ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ നേരത്തെ പ്രതിപക്ഷം പറഞ്ഞ കിഫ്ബിയുടെ എന്തുണ്ടായി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ 2026-ലും 2027-ലുമെല്ലാം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന ഈ പദ്ധതിയിലൂടെ വരാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ആ നിലയിലേക്ക് നമ്മുടെ നാട് കിഫ്ബിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാറുന്ന കാഴ്ച കേരളത്തിലുടനീളം കാണാൻ വേണ്ടി പോകുന്നു. സാർ, ഇവിടെ ഇന്നലെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് എന്താണ് മാറ്റിവെച്ചത് എന്ന രൂപത്തിലേക്കാണ് പറയുന്നത്. സാർ, ഈ കേരളത്തിൽ 376 സ്കൂൾ കെട്ടിടങ്ങൾ കിഫ്ബിയുടെ ഭാഗമായി നിലവിൽ പൂർത്തീകരിക്കപ്പെട്ടു, നാടിന് സമർപ്പിച്ചു. 400 കെട്ടിടങ്ങൾ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പൊതുവിദ്യാലയങ്ങളാണ്. ആ പൊതുവിദ്യാലയങ്ങളിലേക്കാണ് സാധാരണക്കാരന്റെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മക്കളെല്ലാം പഠിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലക്ക് കരുത്തു പകരാൻ, അതിന്റെ പശ്ചാത്തല വികസന സൗകര്യത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള രൂപത്തിലേക്കുള്ള കെട്ടിടങ്ങൾ ഉടനീളം കേരളത്തിൽ വന്നത് അതിന്റെ ഗുണഭോക്താക്കൾ തീർച്ചയായും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് പട്ടികജാതി ജനവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളിലെ കുട്ടികളായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുടനീളം ഇതിന്റെ കിഫ്ബിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി വരുന്ന ആശുപത്രി കെട്ടിടങ്ങൾ, അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഇത്തരത്തിലുള്ള പൊതുമേഖല, വിദ്യാഭ്യാസം, ഹെൽത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായും കിഫ്ബിയുടെ ഭാഗമായി വന്നു. അതിന്റെ സാധ്യതയെല്ലാം ആത്യന്തികമായി അതിന്റെ ഗുണഭോക്താക്കൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളും അവരുടെ കുടുംബങ്ങളുമായിരിക്കുമെന്നത് നിസ്സംശയം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ ബഡ്ജറ്റിൽ അതോടൊപ്പം തന്നെ പദ്ധതികളിലുമെല്ലാം പ്രതിപക്ഷത്തോട് വിവേചനം കാട്ടുന്നു എന്ന രൂപത്തിലേക്ക് ഇവിടെ പ്രതിപക്ഷ MLA-മാർ ഇവിടെ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞു. സാർ, ഉമ്മൻചാണ്ടി ഈ കേരളം ഭരിക്കുമ്പോൾ, ആന്റണി കേരളം ഭരിക്കുമ്പോൾ, UDF-ന്റെ കാലത്തെല്ലാം ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ മണ്ഡലങ്ങളോട് അങ്ങേയറ്റത്തെ വിവേചനപരമായ സമീപനമായിരുന്നു അക്കാലത്തെല്ലാം UDF സ്വീകരിച്ചത്. സാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി 710 കോടിയുടെ പദ്ധതികളാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ പ്രപ്പോസൽ ഒരു മണ്ഡലത്തിൽ 7 കോടി രൂപയ്ക്ക് ആവശ്യമായ പ്രപ്പോസൽ കേരളത്തിലുടനീളം എടുത്തിട്ടുണ്ട്. സാർ, നവകേരള സദസ്സ് ഒരു വർഷം മുമ്പ് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിന്റെ പര്യടനം ഓരോ മണ്ഡലങ്ങളിലോട് തുടങ്ങിയപ്പോൾ UDF-ന്റെ മണ്ഡലങ്ങളിലെ MLA-മാർ നവകേരള സദസ്സിനോട് കാണിച്ച ധിക്കാരപരമായ സമീപനം എന്താ? അതിനോട് സഹകരിക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമീപനമായിരുന്നു UDF-ന്റെ MLA-മാർക്കുണ്ടായിരുന്നത്. എന്നാൽ സാർ, ഇവിടെ ഇപ്പോൾ 710 കോടി രൂപയുടെ പ്രപ്പോസലുകൾ ക്ഷണിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഗുണഭോക്താക്കളായി പ്രതിപക്ഷത്തെ MLA-മാർ മാത്രമല്ല, മറിച്ച് ഭരണപക്ഷത്തെ MLA-മാർ മാത്രമല്ല, മറിച്ച് പ്രതിപക്ഷത്തെ MLA-മാർ ഉൾപ്പെടെ മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സാർ, സൈബർ ഇടങ്ങളിൽ കുറ്റകൃത്യങ്ങളും അതോടൊപ്പം തന്നെ വ്യാജ പ്രചരണങ്ങളുമെല്ലാം തടയാൻ വേണ്ടിയുള്ള തുക ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി വകയിരുത്തിയത് അഭിനന്ദനാർഹമാണ്. സാർ, ഇവിടെ 3.25 വർഷം മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സാർ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ ഇപ്പോഴത്തെ മന്ത്രി ശ്രീ MB രാജേഷ് മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് സൈബർ ഇടത്തിന്റെ കുപ്രചരണങ്ങൾ UDF ആ മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്തിയത് എന്ന് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ കുറിച്ചിട്ടുള്ളതാണ്. വാളയാറിലെ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനെയല്ല, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവനെയാണ് തൃത്താലയ്ക്ക് ആവശ്യം എന്നതായിരുന്നു 3.5 വർഷം മുമ്പ് UDF-ന്റെ തൃത്താല അസംബ്ലി മണ്ഡലത്തിലെ പ്രചരണം. വാളയാറമ്മയെ തൃത്താലയിലും അതോടൊപ്പം തന്നെ ധർമ്മട മണ്ഡലത്തിലും എല്ലാം കൊണ്ടുപോയി പ്രചരണം നടത്തുകയും സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ മോശപ്പെട്ട പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. സാർ, ഇപ്പോൾ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം പെൺമക്കളെ ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിന്നു എന്നിങ്ങനെയുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാലത്തിന് കാവ്യനീതിയുണ്ട്. 3.25 വർഷം മുമ്പ് അന്ന് ശ്രീ MB രാജേഷിനെ തൃത്താല മണ്ഡലത്തിൽ ജയിക്കാനും ഈ പ്രചരണം നടത്തിയ UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതാവായ VT ബൽറാമിന് തോൽക്കാനുമുള്ള സാഹചര്യമുണ്ടായത് ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് സാർ, ഇവിടെ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി സൈബർ ഇടത്തിൽ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ തടയാൻ ആവശ്യമായ
രൂപത്തിലേക്കുള്ള തുക മാറ്റിവെച്ചത് അഭിനന്ദനാർഹമാണ്. സാർ, ഡൽഹി 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. AAP തോറ്റു. കോൺഗ്രസിന് അവിടെ വട്ടപൂജ്യമാണ്. സാർ, 15 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് AAPയെ തോൽപ്പിക്കാനും BJPയെ ജയിപ്പിക്കാനും വേണ്ടിയുള്ള മത്സരത്തിൽ ആവശ്യമായ രൂപത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയായ ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോൽക്കുക മാത്രമല്ല BJPയെ ജയിപ്പിക്കുന്നു. അതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത കോൺഗ്രസ് ഈ രാജ്യത്തുടനീളം BJPയെ വളർത്താൻ ആവശ്യമായ സമീപനമാണ് എടുക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ബഡ്ജറ്റിനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.